പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മാനവരാശിക്ക് എന്നും പ്രത്യാശ നൽകിത്തരുന്ന നിസ്തുല്യമാകുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിന്റെ നടുവിൽ മാനവരാശി എന്നെന്നും ചേർത്ത് പിടിക്കുന്ന സത്യസുവിശേഷം ഈ നാടിന്റെ നടുവിൽ വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന സാവകാശത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, കാലം അതിൻ്റെതാകുന്ന നിലവാരങ്ങളിൽ നമുക്ക് വിളിച്ചോതി നൽകി തരുന്ന സാരസത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആമേൻ, ഈ ലോകം തന്നെ വിളിച്ചു പറയുന്ന ഒരു സത്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് സമയം ആഗതമായിരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ അവന്റെ ദുഷ്ടത വലുതെന്ന് കണ്ട് ഒരു കാലഘട്ടത്തിൽ നോഹയുടെ കാലത്ത് ദൈവം ഈ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആയതുപോലെ ഈ കാലഘട്ടത്തിന്റെ നടുവിലും മനുഷ്യന്റെ പ്രവൃത്തികൾ അങ്ങേയറ്റം നിലവാരം താഴ്ന്നതും മാനവ സ്നേഹത്തിൽ നിന്നും മനുഷ്യനെ തകർത്ത് കളയുന്നതുമാകുന്നതാ ആ കാലഘട്ടത്തിന് നടുവിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കെ ഇന്ന് പകലിന്റെ വേളയിൽ നിശ്ചയമായിട്ടും സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ ഒരു പ്രത്യാശ, ഈ യുദ്ധങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ആമേൻ, ലോകരാഷ്ട്രങ്ങൾ ഭയത്തോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വാസ്തവമായി സമാധാന പൂർണ്ണത നൽകി തരുന്ന, ലോകരാജ്യങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന, രാജ്യങ്ങൾക്ക് പ്രത്യാശ നൽകി കൊടുക്കുന്ന, യുദ്ധങ്ങളെ നിർത്തലാക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഈ പകൽക്കാലം ഇടയായി തീരുമാറാകട്ടെ. വളരെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഈ പകൽക്കാലം നമുക്ക് ദൈവവചന കേൾവിക്കായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുക്കാം. ഇന്ന് പകൽക്കാലം സുവിശേഷകൻ പാസ്റ്റർ മനോജ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവദാസൻ ഈ പുൻപന ദേശത്തിന്റെ നടുവിൽ കർത്താവിന്റെ വചനം പറയുവാൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ അഭിഷിക്തനെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷകൻ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ മനോഹരമായിരിക്കുന്ന ഈ പകൽ, ഈ ഉച്ചഭാഷയുടെ പരിധിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും നിങ്ങളുടെ വിലപ്പെട്ട തിരക്കേറിയ ചില നിമിഷങ്ങൾ ഈ ഉച്ചഭാഷയുടെ പരിധിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രസര സങ്കീർണമായിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. സമാധാനത്തിന് വേണ്ടി സന്ധി സംഭാഷണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരിൽ നിന്നും സമാധാനം അകലെയായിരിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. വ്യക്തിപരമായും കുടുംബത്തിലും സാമൂഹ്യപരമായും രാഷ്ട്രീയമായ നിലയിലും രാഷ്ട്രങ്ങൾ തമ്മിലും സമാധാനമില്ലാത്ത നിലയിൽ മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ള വസ്തുത പ്രകടമായി നമുക്ക് വീക്ഷിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. വ്യക്തിപരമായി മനുഷ്യനിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, മനുഷ്യനെ സന്ധിക്കുമ്പോൾ അനേക ആളുകളും പറയാറുണ്ട്, സമാധാനമില്ല ഒരു വിധത്തിലും. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയും, അങ്ങനെ കുടുംബത്തിലും സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ ഉഴലുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകം, വ്യക്തികൾ, കുടുംബങ്ങൾ
രാഷ്ട്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ തലത്തിലും ആരാണ് മികവുറ്റത്, ആർക്കാണ് ശരിയാവണ്ണം ഭരിക്കുവാൻ കഴിയുന്നത്, ആരെ ജയിപ്പിച്ചാലാണ് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്, വ്യക്തികൾ ഏതാണെന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. രാഷ്ട്രങ്ങൾ തമ്മിൽ എടുത്തു നോക്കിയാൽ രാഷ്ട്രത്തിനകത്തും പുറത്തും മറ്റു രാഷ്ട്രങ്ങളുമായി ഭരണാധികാരികൾ തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിൽ അസമാധാനം നിറഞ്ഞിരിക്കുന്നു. ആഗോള വ്യാപകമായി നാം മനസ്സിലാക്കുമ്പോൾ സമാധാനത്തിനായിരിക്കുന്ന സന്ധി സംഭാഷണങ്ങൾ ചെയ്യുവാൻ ബന്ധപ്പെടുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ അസ്വസ്ഥനാണ്. അസ്വസ്ഥമായിരിക്കുന്ന ചിന്തകളും നിലപാടുകളുമാണ് മനുഷ്യൻ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേ അവന് സാധ്യമാകൂ എന്നുള്ള നിലയിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവനെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ മറു സൈഡിൽ അസമാധാനത്തിനുള്ള വകകൾ, വഴികൾ മെനഞ്ഞുകൊണ്ടാണ് മനുഷ്യരിക്കുന്നത്. കുടുംബാന്തരീക്ഷത്തിൽ നോക്കിയാൽ ആർക്കും ആരെയും കീഴ്പ്പെടുവാനോ തമ്മിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനോ കഴിയാത്ത നിലയിൽ കുടുംബാന്തരീക്ഷം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു. അവിടെയും സമാധാനം നഷ്ടപ്പെടുകയാണ്. തമ്മിൽ വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ നമുക്കറിയാം, സ്കൂൾ തലത്തിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ പോരാട്ടമുണ്ടാകുന്നു. ഇക്കഴിഞ്ഞ ദിവസം നാം മാധ്യമങ്ങൾ കൂടെ വായിച്ചു, കേട്ടു, കണ്ടതാണ്. കൂട്ടിക്കേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൽ പ്ലസ്ടുക്കാരനായിരിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാർ തമ്മിൽ ആക്രമിച്ചു. അങ്ങനെ സഹോദര ബന്ധത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ അസമാധാനം നിറഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു, ഞാൻ ശരിയായി ഓർക്കുന്നില്ല, രാത്രി ഒരു 10 മണി ആയപ്പോൾ ഒരു വാർത്ത, 13 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ മാരകമായി ഉപദ്രവിച്ച, മർദ്ദിച്ച ഒരു പിതാവ്. അതിന് തലേ ദിവസം, അങ്ങനെ ദിവസങ്ങളായി അവന്റെ മാതാവിനെ അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവന്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നു. സമാധാനമില്ലാതെ മനുഷ്യൻ, അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ നിങ്ങൾക്കും പറയുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളിലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വിസ്മരിച്ച് കളയേണ്ട. എവിടെ നോക്കിയാലും മനുഷ്യൻ സമാധാനമില്ലാതെ യാത്ര ചെയ്യുകയാണ്, ജീവിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെങ്കിൽ പലർക്കും അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുത്തരം കണ്ടെത്തുവാൻ വേണ്ടി മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി വിവിധമായ വഴികൾ, സാധ്യതകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയത് മുതൽ സമാധാനമുള്ളവനായിട്ടാണ് അവനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അവൻ തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുവാനുള്ള വസ്തുതകൾ കണ്ടെത്തി അതിനെ പിൻഗമിക്കുന്നത് കൊണ്ട് ഇന്നുവരെ മനുഷ്യൻ അസ്വസ്ഥനാണ്, സമാധാനമില്ലാത്തവനാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 700 പരം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു,
അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, ധീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണെന്ന് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് എല്ലാവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. എല്ലാവർക്കും അത് വിശ്വസിക്കുവാൻ കഴിയണം. ചിലരൊക്കെ അതിന് ചിന്തിക്കുന്നില്ലായിരിക്കും. അങ്ങനെ യേശു ദൈവത്തിന് ജനിക്കുവാൻ കഴിയുമോ, മനുഷ്യനായി തീരുവാൻ കഴിയുമോ? ആ ചിന്ത അവിടെ നിൽക്കട്ടെ. എന്നാൽ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു സമാധാന പ്രഭുവാണ്. ഇപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് മാറിയത് നിമിത്തം, ദൈവികമായിരിക്കുന്ന പരിപാലനത്തിൽ നിന്ന് മാറിയതിനു ശേഷം, അല്ലെങ്കിൽ അവന്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയുള്ളതായിരുന്നത് കൊണ്ട് അന്ന് മുതൽ മനുഷ്യൻ അസ്വസ്ഥനാണ്, സമാധാനമില്ലാത്തവനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ വീടുകളിൽ ചെല്ലുമ്പോൾ, വ്യക്തികളെ കാണുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ ഉപദേശി എല്ലാം ഉണ്ട്. അത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ, വിദ്യാസമ്പന്നർ തൊട്ട് താഴേക്ക്, വിദ്യാഭ്യാസമില്ലാത്തവർ വരെ, എഴുത്തുമാരെ അറിയത്തില്ലാത്തവർ വരെ. അങ്ങനെ ഉണ്ടെന്ന് ചെയ്യുന്നു, അങ്ങനെ ഉണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു സമാധാനവുമില്ല, ഞങ്ങൾക്കൊരു സംതൃപ്തിയുമില്ല. എങ്ങനെ നാളത്തെ കാര്യം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആകുലപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ദിനകൃത്യങ്ങൾ ചെയ്യുന്നു, ജോലി കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിന്റെ അകത്തളത്തിൽ എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആകുലതയാണ്. യാന്ത്രികമായി ജോലികൾ ചെയ്യുന്നു, വീട്ടിലെ പണി ചെയ്യുന്നു, കമ്പനിയിലെ ജോലി ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, ആദിയായ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തട്ടിക്കൂട്ടുമ്പോൾ തന്നെ അവന്റെ അകത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ അകത്തളത്തിൽ മനസ്സിന്റെ അഗാധതയിൽ കെട്ടിക്കിടക്കുന്ന ഒരു പ്രയാസമുണ്ട്, അസ്വസ്ഥത. എന്താണ് എന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്? ഞാൻ എങ്ങനെ, എന്റെ കുടുംബം എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും? എന്നെ ആര് രക്ഷിക്കും? ഇതിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ആർക്ക് രക്ഷിക്കുവാൻ കഴിയും? അതുകൊണ്ടാണെന്ന് കൗൺസിലിംഗ് സെന്ററുകൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നത്. കാരണം മനുഷ്യൻ അസ്വസ്ഥനാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ലായിരിക്കാം, പക്ഷെങ്കിൽ ഒരു വേള വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. കാരണം ലോകത്തിൽ ജീവിക്കുവാൻ ഒന്നാമത്തെ കാര്യം ജോലിയില്ല. ഉള്ള ജോലിക്ക് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ വേതനം കിട്ടുന്നില്ല. ജോലി ചെയ്യിക്കുന്നവർ പറയും, ഞങ്ങൾ 1000 രൂപ കൂലി കൊടുക്കുന്നുണ്ട്, അതുമായിട്ട് 2 കുഞ്ഞുങ്ങളും മാതാപിതാക്കളും, അത് ഈ അപ്പനും അമ്മയും ചേർന്ന് 6 പേര് കഴിയണമെങ്കിൽ 60 രൂപ വിലയുള്ളതായിരിക്കുന്ന 1 കിലോ അരി വാങ്ങിച്ച് ഒരു നേരം വെക്കുവാനേ കഴിയത്തു. അതിനുള്ള പച്ചക്കറിയോ മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വാങ്ങണമെങ്കിൽ, പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ, ടാക്സ് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ. മനുഷ്യൻ അസ്വസ്ഥനാണ്, ഒരു വിധത്തിലും സംതൃപ്തിയോടെ ഉറങ്ങുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പണ്ടൊക്കെ പുരുഷന്മാർ മാത്രമാണ് അസ്വസ്ഥരായിരുന്നത്, ഇന്ന് സ്ത്രീകളും അങ്ങനെയുള്ള അസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് പണ്ട് പുരുഷന്മാർ ചെയ്തിരുന്നായിരിക്കുന്ന അസ്വസ്ഥത മാറാനുള്ള മരുന്ന് അവരും ഉപയോഗിക്കാൻ തുടങ്ങി. മദ്യപാനം, പുകവലി ആവശ്യമായ നിലയിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ വട്ടുപിടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയിലാക്കിയിട്ടവർ സാധാരണഗതിയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് മാറി ഉറങ്ങാൻ കിടക്കുകയാണ്. ഇത് കണ്ട് പഠിക്കുന്ന തലമുറയും അങ്ങനെ തന്നെ പോകുകയാണ്. എന്നിട്ട് അവസാനം വരുന്നത് കൗൺസിലിംഗ് സെന്ററിലാണ് വരുന്നത്. ഞങ്ങളെപ്പോലെ ഉപദേശിമാർ അതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ആരും നശിച്ചു പോകുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് തന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഏതുവരെയെങ്കിലും ദൈവികമായിരിക്കുന്ന ആധ്യാത്മിക ചിന്തയിലേക്ക് മടക്കിക്കൊണ്ടുവരണം. പാപത്തെ കുറിച്ചുള്ള ബോധം അവർക്ക് വരുത്തണം. നന്നായി, മാന്യമായി, യോഗ്യമായി, ശ്രേഷ്ഠമായി ലോകത്ത് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് സത്യതിരുവചനമായിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചതുകൊണ്ട്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട്
അത് ഉപദേശിക്കുവാൻ, ആ നിലയിൽ അവരെ ക്രമീകരിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. കഴിഞ്ഞ 40 പരം വർഷമായി ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അനുഭവത്തിൽ എനിക്ക് മുമ്പേ പ്രസംഗിച്ച ദേവദാസൻ അദ്ദേഹവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഈ വീട്ടിലെ ദേവദാസൻ അങ്ങനെ ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ദാസന്മാർ പറഞ്ഞു, സ്ഥിരമായി ദൈവദിനം ഘോഷിക്കുന്ന ഒരു വീടാണത്. പ്രിയമുള്ളവരെ, ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും സമാധാനമുണ്ടെങ്കിൽ എല്ലാമായി. അത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത വഴികളിൽ കൂടെ സഞ്ചരിച്ചിട്ട് ജീവനും സ്വത്തിനും ഭീഷണിയായി, കടബാധ്യതയായി ജപ്തി ചെയ്തു അങ്ങനെ സ്വസ്ഥത നശിച്ചിട്ട് മനുഷ്യൻ അവസാനം നിന്നെത്തുന്ന ഒരു കാര്യമുണ്ട്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ തന്നെ ആത്മഹത്യയുടെ നാടായി രൂപവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ കാരണം? സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല. തങ്ങളാൽ ആവുന്ന നിലയിൽ അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ കഴിയുന്നില്ല. എന്താ കാരണം? അതാണ് ഞങ്ങളിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സമാധാനം ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് ഒരാളെ ഉപദേശിക്കണമെങ്കിൽ, ആ ഉപദേശിക്കുന്ന ആളിന് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള സാധ്യത ഉണ്ടായെങ്കിൽ മാത്രമേ ഉപദേശിക്കുവാൻ കഴിയത്തുള്ളൂ. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർ നന്നായി അവർ പഠിച്ചതായ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഗുഡ് എന്ന് അല്ലെ എക്സെന്റ് ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് മറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സമാധാനം നൽകുവാൻ കഴിയണമെങ്കിൽ ആർക്കാണ് കഴിയുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള വസ്തുത ഈ സമയം താങ്കളോട് പറയുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അത് ഈ ലോകത്തിൽ ലഭിക്കുന്നത് മാത്രമല്ല, വരുവാനിരിക്കുന്ന സ്വർഗീയമായ സന്തോഷം മനുഷ്യനുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമാധാനം പ്രാപിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, രാഷ്ട്രീയതലമായിട്ടും ഒക്കെ സമാധാനം ലഭിക്കും. ഭരിക്കുന്ന ആളുകളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതങ്ങനെ തുടർന്നേ ഉള്ളൂ. കാരണം ലോകത്തിലെ രക്ഷകനായ, എന്റെയും താങ്കളുടെ രക്ഷകനായ രക്ഷിതാവായി വന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തിടത്തോളം കാലം ലോകത്തിന് സമാധാനം ഉണ്ടാകത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനത്തിൽ നാം കേൾക്കുന്നു, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സകല മനുഷ്യർക്കും എന്ന് പറയുമ്പോൾ എല്ലാവരുമുണ്ട്. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. യേശു കർത്താവിന്റെ വചനം ഒരു മതഗ്രന്ഥമല്ല, മതഗ്രന്ഥമല്ല. യേശു ക്രിസ്തുവിന്റെ വചനം, തിരുവചനം, സത്യവേദ പുസ്തകം. യേശു ക്രിസ്തു ആരുടെയെങ്കിലും സ്വന്തമല്ല. പാപത്തിൽ വീണുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. പാപമൊഴികെ എന്നെ പോലെ താങ്കളെ പോലെ ലോകത്തിൽ ജീവിച്ചു. തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശം. മരിച്ചാലും ജീവിക്കുന്ന സന്ദേശം. എന്നാൽ ആദ്യ മനുഷ്യനായ ആദം ഹവ്വമാർ പാപം ചെയ്തുകൊണ്ട് പാപത്തിന്റെ പരിണതഫലമായിരിക്കുന്ന ശാരീരിക മരണം നമുക്കെല്ലാം സിദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ എന്നേക്കുമുള്ള നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സത്യവേദ പുസ്തകം പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കുമുണ്ട്. അത്താൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് കേവലം പട്ടിയോ പാമ്പോ പുഴുവോ ഈച്ചയോ പശുവോ ഒക്കെ ആകുന്നത് പോലെ ആയിത്തീരത്തില്ല.
മനുഷ്യനായി ജനിച്ച എല്ലാവരും മനുഷ്യനായി തന്നെ വീണ്ടും തുടരും. അതിന് ഉത്തമ ഉദാഹരണമാണ്, തെളിവാണ് കാൽവരി ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി വന്നതിന് ശേഷം മരിച്ചു, അടക്കപ്പെട്ട് അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽക്കാനിടയായി തീർന്നു. നിത്യമായ ഒരു മരണം മനുഷ്യന് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി തവണ ഈ സന്ദേശം കേട്ടവരാണ് നിങ്ങൾ. എന്നാൽ നാളെ ഇത് കേൾക്കണമെന്നില്ല, വേണ്ട അടുത്ത ക്ഷണത്തിൽ ഇത് കേൾക്കണമെന്നില്ല. അത്രമാത്രം അടുക്കുകയാണ് നമ്മുടെ മരണം. അല്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോകുകയാണ്. യേശു ക്രിസ്തു വീണ്ടും വരും. ഈ ലോകത്തിലെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പോയാൽ പോയതുപോലെ വീണ്ടും വരാം. എന്തിനാ വരുന്നേ? യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാഥനായി, കർത്താവായി, രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഓരോരുത്തരെയും ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരികയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും മാന്യവും യോഗ്യമായി ജീവിക്കണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ തന്നെ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സമാധാനമില്ലാതെ സമാധാനത്തിന് വേണ്ടി മദ്യവും മയക്കുമരുന്നും ആശ്രയിച്ച്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പണ്ട് പുരുഷന്മാർ മാത്രമായിരുന്നു മദ്യപിക്കുകയും മയക്കുമരുന്ന് കഴിക്കുകയും ചെയ്യുന്നത്. ഇന്നതെല്ലാം മാറിയിരിക്കുന്നു. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എനിക്കറിയാം പണ്ടേ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് അവർ അതിയാൻ മരിച്ചു. ഈ മക്കൾ പറയാൻ മരിക്കാതിരിക്കുന്നേ ഉള്ളൂ. മദ്യപാനം ഒരിക്കലും സ്വർഗരാജ്യ അവകാശത്തില്ല. അവരും പറയും, എനിക്ക് സ്വർഗത്തിൽ പോകണം, മോക്ഷം പ്രാപിക്കണം. ഇല്ലേ, ഇല്ല. മദ്യപാനം ഒരിക്കലും മനുഷ്യനെ ദൈവികമായിരിക്കുന്ന ബന്ധത്തിൽ തുടരുവാൻ സാധ്യമാക്കുന്നില്ല. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവമാണ് വാഴേണ്ടത്. നമ്മുടെ ഹൃദയങ്ങളിൽ ആരാണ് വാഴുന്നത്, അതനുസരിച്ചായിരിക്കും അവന്റെ പ്രവർത്തികൾ. നമ്മുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവന്റെ പ്രവർത്തികൾ. കുറ്റകൃത്യം ചെയ്യുവാൻ, കൊലപാതകം ചെയ്യുവാൻ, വ്യഭിചാരം ചെയ്യുവാൻ, അങ്ങനെ മോശമായ നിലയിൽ, അസന്മാർഗികമായ നിലകളിൽ ഏതെല്ലാം നിലയിൽ ജീവിക്കാമോ അങ്ങനെ ജീവിക്കുന്നതിന്റെ ഉടമ അവന്റെ അകത്തിരിക്കുന്ന ആളുടെ നിമിത്തമാണ്. അല്ലെങ്കിൽ അവനെ ആ സ്വഭാവ നിലയിൽ, സ്വഭാവ ഗുണവിശേഷമുള്ളവരായി തീർക്കുന്ന ആളാണ് അവനിൽ വസിക്കുന്നത്. അതിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവനിൽ വസിക്കുന്നത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്ന ഹൃദയങ്ങൾ ഒരിക്കലും പാപത്തിന് വഴിപ്പെടത്തില്ല, അതിന് വിധേയപ്പെടത്തില്ല. വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവത്തെ നഷ്ടമാക്കി തീർത്തു, സകല മനുഷ്യരും പാപികളാണ്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിച്ച, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച, യേശുവിന്റെ മകനായി മകളായി ജീവിക്കുവാൻ തീരുമാനിച്ച്, യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തിരുവചന പ്രകാരം ജീവിക്കുന്നവരുടെ ഉള്ളിൽ വസിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അവർക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. പാപത്തിന്റെ പ്രേരണകൾ പുറത്തുനിന്ന് വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ദൈവിക പരിപാലനം, ദൈവികമായ ശക്തി അവർക്ക് ലഭിക്കുന്നു. പ്രിയ സഹോദര, നിന്റെ ഉള്ളിൽ ആരാണ് വസിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് പാപത്തോട് വിട പറഞ്ഞ് അങ്ങനെ നിന്നെ ദൈവത്തിൽ നിന്നും, ആധ്യാത്മിക ചിന്തയിൽ നിന്നും, ദൈവികമായിരിക്കുന്ന ബോധത്തിൽ നിന്നും അകത്തുന്ന ചിന്തകളെ വെടിയുവാൻ ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ആ കർത്താവിനെ സാക്ഷിക്കുന്ന എന്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്. ഒരു കാലത്ത് സമാധാനം ഇല്ലാതിരുന്ന
അതിന് വഴിപ്പെടാതിരുന്ന ശക്തികൾ എന്നിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാനും അസമാധാനമുള്ളവനായി തീർന്നു. എന്നാൽ സമാധാന പ്രഭുവായിരിക്കുന്ന യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് സമാധാനമുണ്ടായി. അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഈ പാപത്തിൽ നിന്ന്, ഈ അസമാധാനത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. മറ്റൊരു കാര്യം, മറ്റൊരുത്തൻ രക്ഷയില്ല. എവിടുന്ന്? ഈ അസമാധാനത്തിന് വിടുവിക്കുവാൻ, ഈ പാപത്തിന് വിടുവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന വഴിയിലേക്ക് അടുത്തു വരുവാൻ ഏക വഴി എന്ന് പറയുന്നത്, ഏകനാമം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മകനായി തീരുവാനുള്ള വലിയ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സമാധാനമില്ലാതെ വരുമ്പോൾ. ഇന്നലെ രാത്രി ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതുപോലെ 13 വയസ്സുള്ള സ്വന്തം മകനെ തല്ലിച്ചതയ്ക്കുന്നു, വളരെ മൃഗീയമായി മർദ്ദിക്കുന്നു. പ്രിയമുള്ളവരെ, പാപത്തിന് രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവന്റെ ഉള്ളിലെ പാപ സ്വഭാവമാണ് സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിപ്പാനിടയായി തീർന്നത്. ഇന്ന് പകലിനെ കേൾക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചാൽ, യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നൽകിയാൽ സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് സമാധാനം പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരുത്തിൽ രക്ഷയില്ല. എന്ത് പാപത്തിന് രക്ഷിക്കുവാൻ വേറെ ആർക്കും കഴിയത്തില്ലാത്തത് കൊണ്ടാണല്ലോ മനുഷ്യൻ അസന്മാർഗികമായി ജീവിക്കുന്നത്, വീണ്ടും പാപപ്രവൃത്തി ചെയ്യുന്നത്. സഹോദരന്റെ അതിര് മാറ്റുന്നു, സഹോദരന്റെ നന്മകൾ അവന് കൊടുക്കേണ്ടതായിരിക്കുന്ന എല്ലാ നന്മകളും പിടിച്ചു വാങ്ങിച്ചു വെച്ച് അവനെ മൃഗത്തെ പോലെ പുറത്താക്കുന്നു. എന്തിനേറെ പറയുന്നു, പെറ്റു വളർത്തിയ മാതാപിതാക്കളെ തെരുവിൽ തള്ളുന്ന ഒരു സമൂഹം. എന്താണ് കാരണം? മനുഷ്യന്റെ പാപപ്രവൃത്തികളാണ്. മാതാപിതാക്കളെ നോക്കാത്ത തലമുറ വഴിവിളിച്ചു പോയി നമ്മൾ പറയും. അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കുന്നവർ അവർക്കതിനുള്ള വഴിവെച്ചു കൊടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ മഹാത്മ്യം. യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുധാവനം ചെയ്യുന്ന, പിൻപറ്റുന്നവരുടെ കുടുംബത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ തലമുറകൾക്ക് സമാധാനമുണ്ട്. അവരുടെ തലമുറകൾ അവരുടെ അവരെ നോക്കും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നാം ആശ്രയിച്ചിരിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം, അവയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? സമാധാനം വേണമെങ്കിൽ യേശു കർത്താവോട് പ്രാർത്ഥിക്കുക. നിന്റെ വലങ്കരം നെഞ്ചോട് ചേർത്ത് പറയുക, കർത്താവേ, എനിക്കങ്ങേ ആവശ്യമാണ്, എന്റെ പാപമാണ് എനിക്ക് സമാധാനം തരാത്തത്. ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവേ, എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ എന്ന് ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തുവിന്റെ മകൾ സാന്നിധ്യമുണ്ടാകും. എന്റെ ഉപദേശിച്ച് എത്രയോ തവണ കേട്ടത്. പണ്ടൊരാൾ എടുത്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പാസ്റ്റർ ഇതൊക്കെ എത്ര കേട്ടിരിക്കുക, ചുണ്ടത്ത് നല്ല സിഗരറ്റും ഒക്കെ വെച്ചാ പറയുന്നത്. അവന്റെ ഉള്ളിൽ അവസാനം ഉണ്ടാകുന്നത് എന്താ പറയാമോ? ക്യാൻസർ. എല്ലാ മുന്നറിയിപ്പുകളും ഉണ്ട്. മദ്യശാലയിലുണ്ട്, അതിന്റെ ബോർഡിലുണ്ട്, മദ്യക്കുപ്പിയുടെ പുറത്തുണ്ടാവും, സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലുണ്ട്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുണ്ട്. ഇതെല്ലാം ഹാനികരമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയും സർക്കാരും വൈദ്യുതി നീളെ തട്ടുകട പോലെ മദ്യഷാപ്പുകൾ, കള്ളുഷാപ്പുകൾ, ബാറുകൾ അനുവദിച്ച് തന്നിട്ട് പറയുന്നത്, ഞങ്ങളെപ്പോൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്, നിങ്ങൾ ഇവരെ ബോധവാന്മാരാക്കണം. എവിടെ ബോധവാന്മാരാകാനാ? ഇത് വഴികളെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ച്, പാപങ്ങളെ ഉപേക്ഷിക്കുന്ന പോലെ തന്നെ പാപത്തിന് വഴിമരുന്ന ഈ മദ്യപാനം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണം. സർക്കാരോട് വെച്ചിട്ടുണ്ടെന്ന് കുടികളോ നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ ഉപേക്ഷിക്കണം. ബാറുകളിൽ ആളുകൾ ഇല്ലാതാകണം. അപ്പോൾ സർക്കാർ അത് പൂട്ടും. കള്ളുഷാപ്പുകളിൽ പോകാതിരിക്കണം. അപ്പോൾ അത് ലേലമില്ലാതെ വരും.
മനുഷ്യൻ ദോഷം ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കുന്ന മദ്യത്തിൽ നിന്നും മയക്കുമരുന്നും രഹസ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് എന്ന് പറയുന്ന സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ മേലെയാണ് ഡിഗ്രി പോലെയാണ് MDMA എന്നൊക്കെ പറയുന്നത്. കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹമില്ല, കാരണം അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ അത്രമാത്രം അധപ്പതിച്ചു പോയി. തത്വസംഹിതകളുടെ പുറകെ പോകുന്നു. അങ്ങനെ ഒട്ടനവധിയായിരിക്കുന്ന കാര്യകാരണങ്ങളുണ്ടല്ലോ, അതിന്റെ എല്ലാം പുറകെ പോയി സമാധാനമില്ലാതെ സമ്പത്ത് നശിച്ച് വീടും കൂടും ഒക്കെ ജപ്തിയായി എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാം. ഇസങ്ങൾക്ക് പുറകെ പോയി, രാഷ്ട്രീയ പാർട്ടിക്ക് പുറകെ പോയി, ചോരയും നീരും വറ്റുമ്പോൾ തെരുവിൽ വലിച്ചെറിയുന്ന ഇസങ്ങൾക്ക് വേണ്ടി പോകാതെ സ്നേഹിത, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധപ്പെടുത്ത പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നിന്റെ കുടുംബം നന്നായി ജീവിക്കണമെങ്കിൽ ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. ഇപ്പൊ നമ്മുടെ അധ്വാന ഫലം അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആൾക്കുണ്ട്. അധ്വാന ഫലം ബിവറേജുകാരനും കള്ളുഷാപ്പുകാരനും അങ്ങനെ മയക്കുമരുന്ന് വിൽക്കുന്നവനുമാ അനുഭവിക്കുന്നത്. ഇവന്റെ കുടുംബം, ഇവന്റെ ഭാര്യയും മക്കളും അപ്പനും അമ്മയും സഹോദരങ്ങളും വേദനപ്പെട്ട് നിരാശപ്പെട്ട് അവസാനം കടം കയറി നശിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിക്കുക. എന്താണ് ഇതിന്റെ കാരണം? മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു. കാരണം സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ളതുകൊണ്ട് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, സമാധാനം തരുവാൻ യേശു ക്രിസ്തുവിനെ കഴിയും. യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാഥനായി രക്ഷകനായി സ്വീകരിക്കൂ. പാവങ്ങളോട് ഇവിടെ പറയൂ, സമാധാനത്തിന്റെ സന്ദേശം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം നമ്മെ കുറിച്ച്, എന്നെയും താങ്കളെ കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകരക്ഷകനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഡിസംബറിൽ ജനിക്കുകയും ഏപ്രിൽ മാസത്തിൽ അത് മരിച്ചടക്കപ്പെട്ടു സന്തോഷിച്ച് കള്ളടിക്കുന്ന പരിപാടിയല്ലത്. അത് നിർത്തണം. പാവത്തോടുകൂടെ പറയണം, സമാധാനം നൽകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാകർത്താമായി സ്വീകരിക്കണം. അങ്ങനെ രക്ഷിതാകർത്താമായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ കർത്താവദാസൻ ബോബൻ അവർ ഇവിടെ സുവിശേഷ യോഗം നടത്തുന്നു. പ്രിയമുള്ളവരെ, എന്റെ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. സമാധാനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഈ മത്സരിച്ച കർത്താവദാസൻ ബോബൻ പാസ്റ്റർ മിറ്റത്ത് ഇങ്ങനെ ഒരു പറയാനുള്ള അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേട്ട താങ്കളെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കണം. സമാധാനപ്പെടുവാൻ യേശു വിശ്വസിച്ച് പാപത്തോട് ഇവിടെ പറഞ്ഞ് യേശുവിന്റെ മകനായി മകളായി ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവദാസൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാതെ തന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മീയമായ സമ്പത്തിന് വേണ്ടി, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മുതൽ ഞങ്ങളും പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ ഐശ്വര്യകരമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ ദേശത്തിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദിവ്യ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും കർത്താവിൻ്റെ നിസ്തുല്യ സാന്നിധ്യം കൊണ്ടും കർത്താവ് ഈ ഭവനത്തെ നിറയ്ക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹപൂർണ്ണമാക്കണമേ. ഈ ഭവനാങ്കണം ഇപ്രകാരം ഒരു സുവിശേഷ ഘോഷണത്തിന് വേദിയായല്ലോ. കർത്താവ് തൻ്റെ മക്കളെയും ഐശ്വര്യകരമായി അനുഗ്രഹിക്കണം.